ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ ചെറിയ ഒരു ജ്യൂസ് കട നടത്തുന്ന ആളാണ് ഇമ്രാൻ. അദ്ദേഹത്തിൻ്റെ കടയുടെ പേര് മോനു ജ്യൂസ് സെൻറ്റർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് കടക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ യോഗിയുടെ പോലീസ് വന്ന് ആവശ്യപ്പെടുന്നത് താങ്കളുടെ കടയുടെ പേര് മോനു ജ്യൂസ് സെൻറ്റർ എന്നത് മാറ്റണം. അദ്ദേഹം ആ ബോർഡിൽ ഇമ്രാൻ ജ്യൂസ് സെൻറ്റർ എന്ന് മാറ്റിയപ്പോഴാണ് അദ്ദേഹത്തിന് കട തുറക്കാൻ അനുമതി ലഭിച്ചത്. പേരിൽ നിന്ന് ഉടമയുടെ മതവും ജാതിയും വ്യക്തമല്ലാത്ത രൂപത്തിൽ കടകൾ നടത്തുന്നത് അനുവദിക്കില്ല എന്നാണ് യുപിയിലെ യോഗി പറയുന്നത്. കട നടത്തുന്ന ആൾ മുസ്ലിമാണെങ്കിൽ ഹിന്ദുക്കൾ അവിടെ കയറാൻ പാടില്ല. ബഹിഷ്കരണത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന നടപടിയാണ് SP പുറപ്പെടുവിച്ച ഉത്തരവിലുള്ളത്. ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന തെരുവ് കച്ചവടക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഇമ്രാൻ എന്നാണെങ്കിൽ ഇമ്രാൻ, ഹുസൈൻ എന്നാണെങ്കിൽ ഹുസൈൻ എന്ന് പ്രദർശിപ്പിക്കണം. മാങ്ങയും പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാർ അവരുടെ പേര് പ്രദർശിപ്പിക്കുക വഴി ഹിന്ദുക്കളായ ഉപഭോക്താക്കൾ അവരെ സമീപിക്കില്ല, അവരുടെ അടുത്തുനിന്ന് വാങ്ങില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുന്ന നിയമവും നയവുമാണ് യുപിയിലെ സർക്കാർ നടപ്പാക്കുന്നത്. നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ ജൂതരോടുള്ള അതേ വിവേചന നയമാണ് യുപിയിലെ ഗവൺമെന്റ് മുസ്ലിങ്ങളോട് കാണിക്കുന്നത്. ഭരണഘടന വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭാഷയുടെ പേരിലോ ഒരു വിവേചനവും പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുമ്പോൾ മുസഫർ നഗറിലെ SSP ആയ അഭിഷേക് സിംഗ് ആണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. കച്ചവടക്കാർ തങ്ങളുടെ സ്റ്റോളിന് മുകളിൽ പേര് പ്രദർശിപ്പിക്കണമെന്ന വിചിത്രമായ ഒരു ഉത്തരവ്. വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ UP മുഴുവനും അത് നടപ്പാക്കാനാണ് യോഗി തയ്യാറായിരിക്കുന്നത്. ശിവ ഭക്തരായ ഹിന്ദു തീർത്ഥാടകർ ജൂലൈ 22-ന് അവരുടെ കാവടി യാത്ര ആരംഭിക്കുകയാണ്. കാവടി യാത്ര പോകുന്ന മുഴുവൻ റൂട്ടിലും കച്ചവടക്കാർ മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കുക വഴി ഭക്തരായ ആളുകൾ അവിടെ കയറാതിരിക്കുകയും അവർക്ക് 1 രൂപയുടെ കച്ചവടവും ലഭിക്കാതിരിക്കുക എന്ന സാമ്പത്തിക ബഹിഷ്കരണത്തിനാണ് യോഗി സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നത്. ആ ഭക്തരുടെ ജീവിത വഴിയിലെ പ്രയാസങ്ങൾ നീക്കുന്ന ദൈവമാണ് ശിവൻ എന്നാണ് ഹിന്ദു മതവിശ്വാസം. പക്ഷേ അതേ ശിവനെ ഉപയോഗിച്ച് നിരവധി മനുഷ്യരുടെ അന്നവും ജീവിതവും മുടക്കുന്ന ഏർപ്പാടിലാണ് ഹിന്ദുത്വ തീവ്രവാദികൾ. ശ്രാവണ മാസത്തിലാണ് ശിവഭക്തരായ ഹിന്ദു തീർത്ഥാടകർ കാവടി യാത്ര നടത്തുന്നത്. ഉത്തരാഖണ്ഡിലെ ഋഷികേശിലും ഹരിദ്വാറിലുമെത്തി ഗംഗാജലം ശേഖരിച്ച് തിരിച്ചെത്തി ക്ഷേത്രങ്ങളിലെ ശിവ വിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്തുന്നതാണ് ഈ ആചാരം. ബീഹാറിലും UPയിലും ഉൾപ്പെടെയുള്ള 240ഓളം കിലോമീറ്റർ നീളുന്നതാണ് ഈ റൂട്ട്. ആ വഴിയിലൊക്കെ പൂജാ സാധനങ്ങളും പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽക്കുന്ന മുസ്ലിം കച്ചവടക്കാർക്കാണ് ഈ ബഹിഷ്കരണ ആഹ്വാനം നേരിടേണ്ടി വരുന്നത്. ഇത്രയും ദൂരമുള്ള വഴികളിലൊന്നും ബീഫ് സ്റ്റോളുകളോ ചിക്കൻ കടകളോ പാടില്ല, അതൊക്കെ അടച്ചിടണമെന്ന ശാസനയുണ്ട്. പോകുന്ന വഴിയിലെ റെസ്റ്റോറൻറ്റുകളിലും ടീ ഷോപ്പുകളിലും കോഫി ഷോപ്പുകളിലും ജ്യൂസ് സെൻ്ററുകളിലും ജോലി ചെയ്യുന്ന മുസ്ലിം തൊഴിലാളികളെ ഒഴിവാക്കണമെന്ന ശാസന കൂടി ഉടമകൾക്കുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്യുന്ന മുസ്ലിം തൊഴിലാളികളോട് നിർബന്ധമായ അവധിയെടുക്കാൻ കൽപ്പിച്ചിരിക്കുകയാണ് ഉടമകൾ. ഇനി അവരെ തിരിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്ന് ഉടമകൾ പറയുന്നു. പരാജയത്തിനും വീഴ്ചക്കും മുസ്ലിങ്ങളോട് വിദ്വേഷം കാണിച്ച് കണക്ക് തീർക്കാമെന്നാണ് BJPയും RSSും യോഗിയും കരുതുന്നത്. NDA സർക്കാരിൻ്റെ ഘടകകക്ഷിയായ JDU നിതീഷ് കുമാർ ബീഹാറിൽ ഈ നിയമം നടപ്പാക്കില്ലെന്ന് ഉറപ്പ് വരുത്തുന്നതോടൊപ്പം JDU നേതാവായ KC ത്യാഗി അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന് പറയുന്ന
മുദ്രാവാക്യത്തിന് എതിരാണ്. അതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ വിയോജിപ്പ് JDUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.